ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തീർക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിർത്തികൾ കടന്ന് ഞെട്ടിക്കാൻ ചിത്രം തമിഴിലും തെലുങ്കിലും പ്രദർശനത്തിന് എത്തുകയാണ്. അതെ, കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. ഓരോ ദിവസവും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുതിച്ചുയരുകയാണ്. സിനിമ ഇതിനോടകം തന്നെ 25 കോടിയിലധികം ആഗോള കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോഴിതാ മലയാളത്തിന് പുറമെ സിനിമ ഇനി തമിഴിലും തെലുങ്കിലും എത്താനൊരുങ്ങുന്നുവെന്ന വാർത്തയാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിനു പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ മാർച്ച് മാസത്തിൽ ചിത്രം പ്രദർശനത്തിന് എത്തും. വൻതുകയ്ക്കാണ് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഡബ്ബിംഗ് റൈറ്റ്സ് E4 എന്റർടൈൻമെന്റ് കരസ്ഥമാക്കിയത്. ചിത്രത്തിന്റെ തെലുങ്ക് ട്രെയിലർ E4 എന്റർടൈൻമെന്റ്സ് റിലീസ് ചെയ്തു. റിലീസ് ദിനം മുതൽ പ്രേക്ഷക പ്രശംസയും ഭാഷാഭേദമന്യേ നിരൂപക പ്രശംസയും ലഭിക്കുന്ന ചിത്രം കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ മിക്ക സെന്ററുകളും ഹൗസ്ഫുൾ ആയിട്ടാണ് പ്രദർശനം തുടർന്നത്. വിദേശ രാജ്യങ്ങളിലും ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. നായാട്ട്, ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷ്റഫാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പ്രദർശനത്തിന് എത്തിയത്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നായിക കഥാപാത്രമാകുന്നത് പ്രിയാമണിയാണ്. ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തിയതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു പോലീസുകാരന്റെയും പിതാവിന്റെയും മാനസിക സംഘർഷങ്ങൾ ഉൾപ്പെടെ ആദ്യാവസാനം കുഞ്ചാക്കോ ബോബൻ എന്ന നടന്റെ അതുല്യ പ്രകടനം സമ്മാനിക്കുന്ന ചിത്രം റിലീസ് ദിനം മുതൽ ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പനയിൽ ട്രെൻഡിംഗ് ആണ്. എന്തായാലും ചിത്രം ഞെട്ടിക്കാൻ തന്നെയാണ് തമിഴിലും തെലുങ്കിലും എത്തുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.